മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഈ അടുത്ത കാലത്ത് ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു ഡോക്ടറെ കാണേണ്ടായി. ഞങ്ങളായിട്ട് നല്ല ബന്ധമുള്ളൊരു ഡോക്ടറാണ്, രക്തബന്ധമുള്ളൊരു ഡോക്ടറാണ്. കുറേ കാലത്തെ പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ മുതൽക്ക് ഞങ്ങൾ ഒരുമിച്ച് വേദം പഠിച്ചവരാണ്. അങ്ങനെയുള്ള ഡോക്ടറെ കണ്ടു. എപ്പോൾ കാണുമ്പോഴും 1, 2, 3, 4 വരി പറയും. ഡൗൺ ടു എർത്ത്. ഇറ്റ്സ് എ വെരി വെരി സിമ്പിൾ മാൻ. ഇങ്ങനെ ഒരു ഡോക്ടറെ കാണാൻ പറ്റില്ല. ശരിക്ക് തിരുവനന്തപുരത്ത് ഞാൻ ഇന്നലെ സൂചിപ്പിക്കേണ്ടായി. തിരുവനന്തപുരത്ത് നിന്ന് ആംബുലൻസിൽ ഒരു ഹാർട്ട് എടുത്ത് എറണാകുളത്ത് കൊണ്ടുപോയിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഗ്രൂപ്പിലുള്ള കാർഡിയാക് സർജനാണ്. അദ്ദേഹത്തിനെ കാണുമ്പോഴെല്ലാം ഞാൻ തൊഴാറുമുണ്ട്. വളരെ ചെറുപ്പമാണ്. ഇപ്രാവശ്യം അദ്ദേഹത്തിനെ കണ്ടപ്പോൾ കഴിഞ്ഞ 10-35 കൊല്ലമായിട്ട് കാണുന്ന 30 കൊല്ലമായിട്ട് കാണുന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ദർശനമാണ്. വിദേശത്തെ പല രാജ്യങ്ങളിലെയും ഭരണാധികാരികളുടെ കൺസൾട്ടന്റ് കൂടിയായിരുന്ന ഡോക്ടർ അദ്ദേഹം നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് പറഞ്ഞതും അത് പ്രചരിപ്പിക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് പറഞ്ഞതും നമ്മുടെ ധർമ്മത്തെ നമ്മളല്ലാതെ പിന്നാരാ സംരക്ഷിക്കാനുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞതും മഹാജ്യോതിസ് എന്ന് പറഞ്ഞ വലിയൊരു ഓർഗനൈസേഷൻ ഡോക്ടർമാർ ചേർന്ന് സ്ഥാപിക്കുന്നതിനെക്കുറിച്ചും അതിൻ്റെ പോർട്ടൽ കണ്ട അഭിപ്രായം പറയണം എന്നുള്ളതിനെക്കുറിച്ചും എനിക്കങ്ങോട്ട് വിവരിക്കാൻ സാധിക്കണില്ല. 1.5 മണിക്കൂർ ഇന്ന് വരെ ഇല്ലാത്ത വിധത്തിൽ ആ മനുഷ്യൻ ഹിന്ദു ധർമ്മത്തെക്കുറിച്ചും ഹിന്ദുവാണെന്ന് അഭിമാനിക്കുന്നതിനെക്കുറിച്ചും ഓരോ ക്രിസ്ത്യൻ സ്കൂളുകളിലും മുസ്ലിം സ്കൂളുകളിലും ക്രിസ്ത്യൻ ആശുപത്രിയിലും മുസ്ലിം ആശുപത്രിയിലും നടക്കുന്നതിനെക്കുറിച്ചും ഓരോ ക്രിസ്ത്യൻ സംഘടനയും മുസ്ലിം സംഘടനകളും ചെയ്യുന്നതിനെക്കുറിച്ചും വളരെ ഇരുത്തം വന്ന രീതിയിൽ, വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല, വളരെ ഇരുത്തം വന്ന രീതിയിൽ പറയുകയും അവർക്ക് അവരുടെ മതം പ്രചരിപ്പിക്കാനും മറ്റെല്ലാ കാര്യത്തിനും സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മതവും നമ്മുടെ ധർമ്മവും പ്രചരിപ്പിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടാവണം. ഒരിക്കലും നമ്മൾ വിശ്രമിക്കരുത്. ഇന്ന് വരെ ഇങ്ങനെ ഒരു വരി പറഞ്ഞത് കേട്ടിട്ടില്ല. ചിലപ്പോൾ അദ്ദേഹം കഴിഞ്ഞ വർഷമൊക്കെ കാണുമ്പോൾ പറയാറുണ്ട്, ഗോപാലകൃഷ്ണ മാമൻ്റെ യൂട്യൂബ് കാണാറുണ്ട്, നന്നായിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം പറഞ്ഞാൽ അങ്ങനെയല്ല. ഇതെല്ലാം ഞങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്, എല്ലായിടത്തും ഞങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്, ഓരോ മിനിറ്റും പ്രചരിപ്പിക്കുകയാണ്. അതാണ് ജീവിതത്തിൽ ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. ഞങ്ങൾ വലിയൊരു ഗ്രൂപ്പ് ഡോക്ടർമാരുണ്ട്. അതിൽ RSSുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടർമാരുണ്ട്, BJP ആയിട്ട് ബന്ധപ്പെട്ട ഡോക്ടർമാരുണ്ട്, CPM ആയിട്ട് ബന്ധപ്പെട്ട ഡോക്ടർമാരുണ്ട്, NSSലെ ആൾക്കാരുണ്ട്, SNDPയിലെ ആൾക്കാരുണ്ട്, 1, 2, 3 നല്ല ക്രിസ്ത്യൻസും ഉണ്ട്. ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലും ക്രിസ്ത്യൻ മെഡിക്കൽ ഹോസ്പിറ്റലിലും വർക്ക് ചെയ്യുന്നവരുൾപ്പെടെ നമ്മുടെ പൈതൃകവുമായിട്ട് ബന്ധപ്പെട്ടവരുണ്ട്. ഇത്രയും കാലം നിരീശ്വരവാദികളും ഹിന്ദു ധർമ്മത്തിനെ ശക്തിയുക്തം എതിർക്കുന്നവരുമായിട്ടുള്ളവരൊക്കെ ഇതിനകത്തുണ്ട്. മഹാജ്യോതിസ്, ആസ്ട്രോവിഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വലിയ സംഘടന രൂപീകരിക്കാനായിട്ട് അവർ മുമ്പോട്ട് വരുന്നുണ്ട്. ഇത്രയും ഞാൻ പറഞ്ഞത് ഒരു ഡോക്ടറിലുണ്ടായ മാറ്റം പറയാനല്ല, സമൂഹത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം ഡോക്ടറിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു. അവർ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ക്രിസ്ത്യാനികൾക്ക് അങ്ങനെയൊക്കെ ആവാമെങ്കിൽ അതിൻ്റെ നന്മകൾ കൂടി എടുത്ത് നമുക്ക് നമ്മുടെ ധർമ്മത്തെ പ്രചരിപ്പിക്കാൻ എന്തുകൊണ്ട് മുമ്പോട്ട് വന്നുകൂടാ? നമ്മളല്ലാതെ നമ്മുടെ ധർമ്മത്തെ പ്രചരിപ്പിക്കാനും പഠിക്കാനും കഴിഞ്ഞ തലമുറ നമുക്ക് തന്നത് അടുത്ത തലമുറയിലേക്ക് കൊടുക്കാനും വേറെ ആരാ ഉള്ളത്? നമുക്ക് പോപ്പില്ല. ഇവരൊക്കെ അദ്ദേഹം പറഞ്ഞ വരികളാണ് ഞാനീ പറയുന്നത്. പോപ്പില്ല, നമുക്ക് ബിഷപ്പില്ല, മെത്രാനില്ല, കർദിനാളില്ല. വളരെ സില്ലിയായിട്ട് പ്രാകൃതരായ ഇസ്രായേലുകാർക്കും അറേബ്യക്കാർക്കും വേണ്ടി ഉണ്ടാക്കിയ മതം, അതാണ് ഏറ്റവും സയന്റിഫിക് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗം. ഏറ്റവും സയന്റിഫിക്കായിട്ട് മാനേജ്മെന്റിന്റെ ലെവലിലുള്ള ഗ്രന്ഥങ്ങളുള്ള നമ്മൾ അപകർഷതയോടുകൂടി തലതാഴ്ത്തി നമ്മൾ നിൽക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കാം. ഇതൊക്കെ ഇദ്ദേഹമാണ് ഓരോരുത്തരോട് പറയുന്നത്. അപ്പൊ ഈ ഒരു വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഉൾക്കൊള്ളണം. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള കുറേ ഡോക്ടർമാരുണ്ടായിരുന്നു. കിംസിലെ ഡോക്ടർമാരുണ്ടായിരുന്നു. ഈ ഡോക്ടറിനെ ഞാൻ കണ്ടത് എറണാകുളത്ത് വെച്ചിട്ടാണ്. കിംസിലെ ഡോക്ടർമാരുണ്ടായിരുന്നു, മറ്റ് പല സ്ഥാപനത്തിലെ ഡോക്ടർമാരുണ്ടായിരുന്നു. എല്ലാവരും ഒരേ വോയിസിലാണ് ഈ ഒരു മഹാജ്യോതിസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം പ്രസ്ഥാനമാക്കി മാറ്റി എല്ലാവരിലും മാറ്റം വരുത്താനായിട്ട് നിങ്ങളും പ്രവർത്തിക്കണം. അമൃതാനന്ദമയുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിൽ അവിടെ പ്രവർത്തിക്കാം.
അമ്മയോട് നമുക്ക് യോജിപ്പുണ്ടോ വിയോജിപ്പുണ്ടോ, അമ്മയുടെ അടുത്ത് ചെന്നിട്ട് കാല് പിടിക്കണോ ഇല്ലയോ എന്നുള്ളതൊക്കെ സെക്കൻഡറി. പക്ഷേ അമ്മ ചെയ്യുന്ന പ്രവർത്തനത്തിന് തുല്യമായിട്ട് ചെയ്യാനുള്ള മാൻ പവർ നമുക്കില്ല. അവിടെ ഉണ്ട് മാൻ പവർ, നോളജ് ഉണ്ട്, ഡിവോഷൻ ഉണ്ട്, ഡെഡിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ സായിബാബയുടെ പ്രവർത്തനത്തിന്റെ കൂട്ടത്തിൽ പറ്റുന്നതെല്ലാം നിങ്ങൾ ചെയ്യാം. ബ്രഹ്മകുമാരീസിന്റെ പ്രവർത്തനത്തിൽ പറ്റുന്നതൊക്കെ ചെയ്യാം. വിയോജിപ്പുള്ളതിൽ നിന്ന് മാറി നിൽക്കാം. വിയോജിപ്പ് സംഘടനയോടും പ്രവർത്തനത്തോടും അല്ല, ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിനോട് മാത്രമാണ്. നമുക്ക് ഞാൻ NSS കുറെ കാലം ഉണ്ടായിരുന്നു, അത് ശരിയല്ല എന്നോട് മാറി നിൽക്കല്ലേ. അതിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നിടത്തോളം അതിൽ പ്രവർത്തിക്കാം. എവിടെയൊക്കെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമോ, എവിടെയൊക്കെ നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ സാധിക്കുമോ അവിടെ എല്ലാം ഇൻവോൾവ് ചെയ്യാം. ഇവിടെയൊക്കെ ഇൻവോൾവ് ചെയ്യാം. നിങ്ങളുടെ രാഷ്ട്രീയ ചിന്താധാര ഏതും ആവട്ടെ. എൻ്റെ കൂട്ടത്തിൽ ഈ പ്രഭാഷണത്തിൽ പുസ്തകം വെക്കാനും പുസ്തകം ജനങ്ങളിൽ എത്തിക്കാനുമായിട്ട് വരുന്ന 2-3 പേര് കറകളഞ്ഞ CPM-കാരാണ്, CITU ഉള്ളവരാണ്. പക്ഷെ അവരുടെ രാഷ്ട്രീയം വേറെ, എൻ്റെ കൂട്ടത്തിൽ വരുമ്പോൾ ചെയ്യുന്ന പ്രവർത്തികൾ വേറെ. പാലക്കാടിലുള്ളവർ ഭൂരിഭാഗവും കോൺഗ്രസ്സുകാരാണ്, നമ്മുടെ കോർഡിനേറ്റേഴ്സ് എല്ലാം. അവരുടെ കോൺഗ്രസ് ഇസം അതവരുടെ പേഴ്സണല്. നമ്മുടെ രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നത് വേറെ. അതിൽ അവർക്ക് വിഷമം തോന്നിയിട്ടുമില്ല. ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കാരും ഉത്തരവാദിത്തമുള്ളവരാണ്, അവരുടെ സംഘടനയിൽ. പാലക്കാടിലുള്ള കോൺഗ്രസ്സുകാരും അവരുടെ സംഘടനയിൽ ഉത്തരവാദിത്തമുള്ളവരാണ്. അവിടെ ഒന്നും ഒരു സംശയമില്ല. ഞാൻ പറയാൻ കാരണം, നമ്മുടെ രാഷ്ട്രം നമ്മുടെ ധർമ്മത്തിന് വേണ്ടിയിട്ട് ഡോക്ടർമാർ മുമ്പോട്ട് വരുന്നു, എഞ്ചിനീയർമാർ മുമ്പോട്ട് വരുന്നു, ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ മുമ്പോട്ട് വരുന്നു. വൈവിധ്യമാർന്ന സംഘടനകളിലൂടെ ഈ രാഷ്ട്രത്തിന്റെ പൈതൃകത്തെ പഠിപ്പിക്കാൻ സംരക്ഷിക്കാനായിട്ട് അവർ വരുമ്പോൾ എവിടെയെല്ലാം നിങ്ങൾക്ക് സാധിക്കുമോ ഇടിച്ചു കയറി പ്രവർത്തിക്കാം. ദൂരെ മാറി നിന്ന് എനിക്കത് പറ്റിയതല്ല, എനിക്ക് ഒരു സംഘടന പറ്റിയതല്ല എന്നുള്ളതില്ല. ഒരു സംഘടനയിലെ ചില പ്രവർത്തികൾ എനിക്ക് പറ്റിയതല്ല, അത് ചെയ്യാൻ പോകണ്ട, ബാക്കിയുള്ളത് ചെയ്യാം. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത്, ഭാരതത്തിന് പുറത്തുള്ളവർക്ക് ധാരാളം സമയമുണ്ട്. ഈ ഭാരതത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് കേരളീയരാണ്. ശങ്കരാചാര്യരും നാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളിയും പൽപ്പുവും തുടങ്ങിയ പ്രഗത്ഭർ, കുമാരനാശാനെ പോലെയുള്ളവരാണ് ഭാരതത്തിന് ചൈതന്യം നൽകിയത്. ഭാരതത്തിനെ കുളം തോണ്ടുന്നതും കേരളീയർ തന്നെയാണ്. ഈ ന്യൂനപക്ഷത്തിന്റെ പേരിൽ ഭാരതം മുഴുവനും മതപരിവർത്തനവും ന്യൂനപക്ഷ മെന്റാലിറ്റിയും കൊണ്ട് ഭൂരിപക്ഷത്തെ തകർക്കാൻ നേതൃത്വം നൽകുന്നതും ഇവിടത്തെ ഇത് തന്നെയാണ്. അപ്പൊ കേരളീയർ വിചാരിച്ചാൽ ഭാരതത്തെ നന്നാക്കാനും സാധിക്കും. കേരളീയർ തന്നെ വിചാരിച്ചാൽ ഭാരതത്തെ ഇപ്പൊ കുത്തുവാളെടുപ്പിക്കുന്ന മാതിരി എടുപ്പിക്കാനും സാധിക്കും. അടിയന്തരാവസ്ഥ കഴിഞ്ഞ് 22 MP-മാരെ കൊടുത്തതും ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചവർക്കാണ്. ആലോചിച്ച് നോക്കുക, അടിയന്തരാവസ്ഥക്കെതിരെ ഭാരതം ആഞ്ഞടിച്ചപ്പോ കേരളീയർ മാത്രം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചവരുടെ കൂട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും 22 പ്രതിപക്ഷ MP-മാരെയാണ് പാർലമെന്റിലേക്ക് അയച്ചിരിക്കുന്നത്. അത് കോൺഗ്രസ് ആയാലും പ്രതിപക്ഷത്താണ്, CPM ആണെങ്കിലും പ്രതിപക്ഷത്താണ്. എന്നും പാണ്ഡവ കൗരവ യുദ്ധത്തില് പോലും കൗരവരുടെ പക്ഷത്തിരുന്ന ഭാരതത്തിലെ ഒരേ ഒരു സംസ്ഥാനമാണ് കേരളീയര്. മൊത്തത്തിൽ അന്ന് കേരളീയ എന്ന വാക്ക് തന്നെയാണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ ഭാഷ്യത്തില് മഹാഭാരതത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നും തിന്മയുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഭാരതീയര് ഇനിയെങ്കിലും നന്മയുടെ കൂട്ടത്തിൽ നിൽക്കാൻ, നമ്മുടെ ധർമ്മത്തെ തിരിച്ചു കൊണ്ടുവരാൻ കേരളീയർ വിചാരിച്ചാൽ സാധിക്കും. ഒരുപക്ഷെ കേരളീയർ വിചാരിച്ചാലേ സാധിക്കുള്ളൂ. സയന്റിഫിക് ഹിന്ദുയിസം അത് പഠിപ്പിക്കാൻ കേരളീയർക്കേ സാധിക്കുള്ളൂ. സയന്റിഫിക് ഹിന്ദുയിസം പഠിപ്പിക്കാൻ കേരളീയർക്കേ സാധിക്കുള്ളൂ. അത് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.